ഇന്നാണ് കേട്ടോ നമുക്ക് ഹൗസ് വാമിങ്. അപ്പോൾ ഇതിന് പോകാൻ വേണ്ടി ഇതാ റെഡിയായി ഇറങ്ങുകയാണ്. ഗിഫ്റ്റ് വാങ്ങാൻ പോയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഗിഫ്റ്റൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് 3 അതിഥികളും കൂടി ഉണ്ട്. അതിഥികളല്ല, 3 മെമ്പേഴ്സും കൂടി വന്നിരിക്കണു. പിന്നെ ഞങ്ങൾ ഇതാ ഇപ്പോൾ എവിടേക്ക് പോവുകയാണെങ്കിലും വിലയും കൊണ്ടുപോകണം. കുഞ്ഞു കുട്ടികളുണ്ട്, നമ്മൾ പാല് ഫില്ലറിലൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതാ ഞങ്ങൾ വിലയും കൊണ്ടുപോവുകയാണ്. വില മാളിക്കുന്നിൽ വെച്ചിട്ട് വേണം പോകാൻ. 3 ആളുണ്ട് കേട്ടോ. ഇതാ തെങ്ങിന്ന് വീണിട്ട് കിട്ടിയതാണ്, അല്ലാതെ നമ്മൾ എടുത്തതൊന്നുമല്ല. മാളിക്കുന്ന് പോയി നല്ല മാങ്ങാ ജ്യൂസ് കുടിച്ച് നിതനെയും കൂട്ടിയിട്ടാണ് ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ മുന്തിരി ജ്യൂസ് ആയിരുന്നു. ഒന്നും തോന്നരുത്, ഈ ഒരൊറ്റ ഷോട്ടേ ഞാൻ വീടിന്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫോണിൽ ആ ടൈമിൽ ഒരു സ്റ്റോറേജ് പ്രശ്നം കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഫുഡിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. വീടിന്റെ ഒരു വീഡിയോ ഇനി ഷോർട്ട് വീഡിയോ ഇൻഷാല്ലാ ഇനി പോയിട്ടൊന്ന് എടുക്കണം. അപ്പോൾ എന്തായാലും അത് എടുക്കാൻ പിന്നെയും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ പറയും ഏത് തന്നാലും അടിപൊളിയാണെന്നുള്ളത്. പക്ഷേ ബീഫ് ബിരിയാണി ആയിരുന്നു അടിപൊളി. പിന്നെ എനിക്ക് ചിക്കൻ്റെ ആ കടായിയോ ചില്ലി അങ്ങനെ എന്തോ ആണ്, എനിക്ക് അതും ഇഷ്ടമായി. മറ്റേ റൈസ് ബിരിയാണിൻ്റെ ടേസ്റ്റിൻ്റെ അവിടേക്ക് എത്തൂല, പക്ഷെ എന്നാലും ടോട്ടലി അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും കൂടി കഴിച്ചു കേട്ടോ. നമ്മൾ എന്ത് പരിപാടി വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ ഫുഡ് അടിപൊളിയാവണം. അപ്പോൾ തന്നെ പരിപാടി ഫുള്ളായിട്ട് അടിപൊളിയാവുള്ളൂ. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, ഫുഡ് അടിപൊളിയാവണം. പിന്നെ തനിഷ റെഡ് ടീഷർട്ട് ഇട്ട് വന്നിട്ട് ഇവിടെ ബ്ലൂ ആയത് അബ്ബ കൊടുത്താണ് കേട്ടോ. അബ്ബ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ കമ്പനി നെയിമൊക്കെ ഉള്ള അതേപോലെ ജേഴ്സി ടീഷർട്ടുകളൊക്കെ കൊണ്ടും. അപ്പോൾ നിഷായിനത് അവിടെ നിന്ന് ഡീപ്പിച്ചാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടു, നല്ല ചേർച്ച ഉണ്ടായിരുന്നു. ആ റെഡ് ടീനെക്കാട്ടിലും ഭംഗി ഉണ്ടായിരുന്നു. അബ്ബാൻ്റെ വീടിൻ്റെ മുറ്റത്തും പിന്നെ വേറെ വീടിൻ്റെ മുറ്റത്തും വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്തു. പിന്നെ ലച്ചു ബേബിനെ കൊടുത്തിരുന്നു. ലച്ചു ബേബിറ്റും വന്നിട്ട് അനു ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടോ. കുട്ടിയെ ഞാനിങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഓള് ഫുഡൊക്കെ കഴിച്ച് വീടൊക്കെ കാണുന്ന വരെ കുട്ടി അവിടെ തന്നെ നിന്നിട്ടോ. പിന്നെ ഓള് വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാൻ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും ഞാൻ കൊടുത്തു. പിന്നെ ഈ ടീം ആരാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഈ ടീം ഫുള്ള് വീരാക്കുൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ആളെ ഹൗസ് വാമിംഗ് ആണ് നടക്കണം. അപ്പോൾ എല്ലാവരും ക്ഷണിച്ചിരിക്കണു. ഇത് ഫുൾ 1ാം ക്ലാസ്സിലെ ഫ്രണ്ട്സാന്ന് പറഞ്ഞപ്പോൾ കേട്ടോ ഞാൻ നെട്ടിയത്. എന്തായാലും ബന്ധം നിലനിർത്തി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ആള്. ഇതാണ് ആ മഹാൻ. ഇപ്പോൾ കാണിച്ചു തന്ന ആളതാണ്ടോ ഹൗസ് വാമിങ്. എന്തായാലും ആളെ വൈഫിനെയോ ഫാമിലിനെയോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ആ സങ്കടം തീർക്കാൻ വേണ്ടി ഇവിടെ വന്ന് എല്ലാവരും വീഡിയോ ഒന്ന് എടുത്തിട്ടോ. ആൾ നമ്മളെ ഫാമിലിയാണ്, തൊട്ടടുത്ത വീട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചേക്കും ഞാൻ ഈ ഒരു ബന്ധം വീഡിയോ എടുത്ത് പറയട്ടെ എന്നുള്ളത്. കാരണം 1ാം ക്ലാസ്സിലെ ബന്ധം ഇത്രയും അടിപൊളിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടല്ലോ. അത്യാവശ്യം ആൾക്കാരുണ്ടായിട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒത്തൊരുമയിൽ വന്ന് കൂടിയത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ 1ാം ക്ലാസ്സിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്താണെന്നും കൂടി അറിയാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഒന്ന് ഇടയ്ക്കെങ്കിലും കൂടണം കേട്ടോ, അതൊരു രസമാണ്. കുറേ നേരം ഓലത്തെ ഓരോ വലിപ്പം പറഞ്ഞ് അവിടെ നിന്നിട്ടോ. പിന്നെ ആ ബ്ലൂ ചുരിദാർ ഇട്ടത് ഇന്നെ 3ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച ടീച്ചറെ മകളാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിന് വന്നിട്ട് വീടിന്റെ വീഡിയോ എടുക്കുന്നതിന് പകരം മീറ്റപ്പ് വീഡിയോ എടുത്ത പോലെ ഉണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ നാണിപ്പക്കാവിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം നമ്മൾ പാലസുകാരാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ കോട്ടപ്പാടത്തൊരു മോശമാവില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.